So good morning YouTube. Actually നമ്മൾ കൊച്ചിക്ക് വിടാണ്. സംഭവം കമ്പനി മീറ്റിംഗ് ആണ്. അപ്പം നൈസായിട്ട് റൈഡ് ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ വണ്ടിയല്ല, കസിൻ്റെ വണ്ടിയാണ്. എൻ്റെ വണ്ടി പണിക്ക് കയറ്റിയതാണ്. സോ എനിവേ സമയം ഇപ്പം 3:30 ആയിട്ടുണ്ട്. കുറച്ച് ലൈറ്റ് കണ്ടപ്പോൾ നിർത്തിയതാണ് വർത്തമാനം പറയാൻ. സോ ഇനി ബാക്കി അടുത്ത വെളിച്ചം വരുമ്പോൾ കാണാം. ഇതൊരു ഹോളിഡേ ട്രിപ്പായിട്ട് കൂടണ്ട, ജസ്റ്റ് കമ്പനി പേർപ്പസിന് വേണ്ടിയിട്ട് പോവാണ്. സോ അവിടെ പോകുന്നു, അന്ന് തന്നെ തിരിച്ചു വരുന്നു, അതൊരു വീഡിയോ ആക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി 88 കിലോമീറ്റർ ടു എറണാകുളം. നല്ല തണുപ്പുണ്ടായിരുന്നു, മൂക്കൊക്കെ അടഞ്ഞ് ഒരു വഴിയായി. ഇത്ര നേരം ഓടിച്ചിട്ട് എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നിതംബങ്ങൾ കംഫർട്ടാണ്, കാരണം നമ്മളെ പഴയ എക്സ്പൾസിനെ പോലെ ഈ എക്സ്പൾസിന് സീറ്റ് കുറച്ച് കുഷി കൂടുതലാണ്, പഴയതിന് കുറച്ച് ഹാർഡ് സീറ്റാണ്. അപ്പം ഇതിലോടിക്കുമ്പോൾ എനിക്ക് ഡിസ്കംഫേർട്സ് ഒന്നും തോന്നുന്നില്ല. അപ്പം നേരം വെളുത്തു തുടങ്ങി, ഇതുവരെ ചായ കുടിച്ചിട്ടില്ല. ഇനിയും 44 കിലോമീറ്റേഴ്സ് ലെഫ്റ്റ്. ചായ കുടിക്കണം തോന്നും, ഒരു ഹോട്ടൽ കാണും, പക്ഷേ പിന്നെ വിചാരിക്കും കുറച്ചുകൂടെ മുന്നോട്ട് പോയി നിർത്താം, കാരണം പോയി അവസാനം 43-44 കിലോമീറ്ററായി. ഇനിയിപ്പം എന്തായാലും എറണാകുളം കയറിയിട്ട് കുടിക്കാം. സോ നമ്മളെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനി 5 കിലോമീറ്റർ കൂടെ ഉള്ളൂ. അവിടെ എത്തിയിട്ട് എന്തായാലും ഇനി ഫുഡ് കഴിക്കാം. കോഴിക്കോട്ട് കൊച്ചി 1 സ്ട്രെച്ച് ആയിരുന്നു, 0 ബ്രേക്സ്. കുഴപ്പമില്ല, വലിയ സീനൊന്നുമില്ല. നിതംബം ചെറുതായിട്ട് തിരിക്കുന്നുണ്ട്, പക്ഷേ മാനേജബിളാണ്. പ്രത്യേകിച്ച് സ്ഥലത്തൊന്നും നിൽക്കുന്നില്ലല്ലോ. അപ്പം നമ്മൾ മീറ്റിങ്ങിൻ്റെ സ്ഥലത്തെത്തി. മീറ്റിംഗ് ഇതുവരെ തുടങ്ങിയിട്ടില്ല. 9:30 ആവും, 9:30 ലേറ്റ് ആവും എന്നൊക്കെയാണ് തോന്നുന്നത്, പറച്ചെന്നറിയാം. എനിവേ സെറ്റപ്പൊക്കെ അടിപൊളിയാണ്. മുമ്പിൽ ഫുഡ് ഇതുവരെ എത്തിയിട്ടില്ല. പണ്ടാരം വിശന്ന് വയറ് കാണുന്നുണ്ട്. വോയിസ് നമ്മൾ തീറ്റ തുടങ്ങി. മീറ്റിംഗ് തുമ്പിക്കൊണ്ടിരിക്കുകയാണ്, പ്രശ്നമൊന്നുമില്ല. ഇനി അടുത്തത് അവരെ എന്തൊക്കെയോ വർത്തമാനം, അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് ബാക്ക് ടു കാലിക്കറ്റ്. മീറ്റിംഗ്, ഫുഡടി പരിപാടികൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ മെല്ലെ എറണാകുളം വിടുകയാണ്. നമുക്കൊരു ദിവസം കൊച്ചി മാത്രമായിട്ട് കാണാൻ വരാം. ഇതിപ്പം എനിക്ക് ലീവില്ലാത്ത അവസ്ഥയായിപ്പോയി, അതുകൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ഒരു ദിവസം സ്റ്റേ ഇട്ട് ഫുള്ള് ഇവിടെ ഇറങ്ങി നടക്കരുത്, ലീവില്ല, ആ ഒരു പ്രശ്നമാണ്. അപ്പം നമ്മൾ സിറ്റി വിട്ടിട്ടുണ്ട്. സമയം 4:25 ആയിട്ടുണ്ട് ഈവനിങ്. എത്തുമ്പോഴേക്ക് എന്തായാലും ഒരു 5, 6, 7, 8, 9, 9:30, 10 മണി ആ റേഞ്ചാവും. രാവിലെ ഈ വഴികളൊക്കെ എന്ത് കാര്യമായിരുന്നു എന്നറിയോ, എന്ത് സുഖമായിരുന്നു ഇതിലൂടെ വരാൻ. ഇപ്പോൾ നോക്കും മുഴുവൻ ലോറി, തിക്കും തിരക്കും ഹോണടിയും ചൂടും, എൻ്റെ അമ്മോ. അപ്പോൾ ട്രാഫിക് ബ്ലോക്കും തിക്കും തിരക്കും ചൂടും ഒക്കെ അങ്ങ് മാറി. വൈകുന്നേരമായി, സൂര്യൻ അങ്ങ് താന്നു തുടങ്ങി. അല്ല മോനെ, ഡ്രൈവിംഗ് സ്കൂളിൻ്റെ വണ്ടിയൊക്കെ വരുന്നത്, ചൂടൊക്കെ ഒന്ന് താന്നു തുടങ്ങി, ചെറിയ തണുപ്പൊക്കെ വന്നു തുടങ്ങി, നൈസായിട്ടുണ്ട്. ഈ റോഡിലൊരു പ്രത്യേകത എന്താ അറിയോ, ആർക്കും ആ സൈഡിൽ കൂടെ പോകണ്ട, എല്ലാവരും ഇങ്ങോട്ടേക്ക് കയറി വരും. കാലിക്കറ്റിലോട്ട് 126 കിലോമീറ്റർ ബാക്കിയുണ്ട്. ഇനി എന്തായാലും ഭയങ്കര ഡാർക്കാവും. ഇരുട്ടത്ത് വ്ളോഗ് ചെയ്യാൻ പറ്റുമോ നോക്കാം. സമയം ഇപ്പം 5:55, 6 മണി ആവാനായി. അപ്പോൾ ബോയ്സ്, വി ആർ ബാക്ക് ടു കാലിക്കറ്റ്. ഇനി വീണ്ടും പഴയ ജീവിതം, ചടഞ്ഞുകൂടിയ ജീവിതം. ഇനി അടുത്തൊരു ട്രിപ്പ് ഗോവ. കുറേ കാലമായി ഞാൻ പറയുന്നു, നോക്കാം, ട്രൈ ചെയ്യാം. ഇത് ജസ്റ്റ് ഒരു ചിൽ റൈഡ് പോലെ കൂട്ടിയാൽ മതി, ഒന്നുമില്ല, പോവാ, അതന്നെ. ചെറിയ വീഡിയോ ആയിരിക്കും ഇത്, എത്ര ചെറുതാണെന്ന് എനിക്കറിയില്ല.
അപ്പോൾ ശരി എന്നാൽ.